ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 30-ാം ദിനം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവർഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിൽ എന്നെ നടത്തുമാറാക്കുന്നു. ദൈവം എൻ്റെ നൊമ്പരത്തിനുള്ളിൽ നിശബ്ദനായി പോയോ? ജീവിതത്തിലെ ചില പ്രയാസമേറിയ അനുഭവങ്ങളിൽ നാം അറിയാതെ ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. യഹൂദദേശത്ത് അതിക്രമവും അധാർമികതയും അന്യദൈവവിശ്വാസവും ബലപ്പെട്ട സാഹചര്യത്തിൽ നീതിമാന്മാരായി ജീവിക്കുന്നവരെ ദൈവം കൈവിട്ട് കളഞ്ഞുവോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഹബക്കൂക്ക് പ്രവചനം. ദേശം തെറ്റുകളിൽ നിറയുമ്പോൾ ദൈവം കൈവിട്ടുവോ എന്ന് വിലപിക്കുന്ന സമൂഹത്തിന് ഈ പ്രവചനം പ്രത്യാശയുടെ ദൂത് നൽകുന്നു. 3-ാം അധ്യായം പ്രത്യാശയുടെ കീർത്തനമാണ്. പ്രവാസ ജീവിതത്തിനപ്പുറം വീണ്ടെടുപ്പിൻ്റെ സാധ്യതയെ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന ഉറപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. നീതിയിൽ ജീവിക്കുന്നവർക്ക് നിത്യവും നിലനിൽക്കുന്ന പ്രത്യാശ ദൈവം നൽകുന്നു. സമൂഹത്തിൽ അനീതി കൂടുമ്പോഴും നീതിയുടെ ശബ്ദമാകുവാൻ ദൈവം നമ്മെ നിരന്തരം വിളിക്കുന്നു. അത്തിവർഷം തളിർക്കാതിരിക്കുക, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകാതിരിക്കുക, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകാതിരിക്കുക, ഇവയെല്ലാം നഷ്ടങ്ങളുടെ നീണ്ട നിരയാണ്. എന്നാൽ നഷ്ടങ്ങളിലും നീതി സമൂഹത്തെ നിലനിർത്തുന്ന ആ ദൈവമുണ്ട്. ഭൗതികമായ ഒരു നേട്ടവും തുണയായി നിൽക്കുകയില്ല. എങ്കിലും യഹോവയായ കർത്താവ് ബലമാകുന്നു എന്ന ഉറപ്പാണ് പ്രവാചകൻ നൽകുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഏത് പ്രതിസന്ധിയിലും കൈ പിടിച്ച് നടത്തുന്ന ദൈവമുണ്ട്. പ്രതിസന്ധിയെ പ്രത്യാശയായി മാറ്റുന്നതാണ് നോമ്പ്. ജീവിതത്തിൻ്റെ നൊമ്പര അനുഭവങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നോമ്പ് നമുക്ക് നൽകുന്നു. 18-ാം വാക്യത്തിൽ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്ന് പറയുന്നു. വീഴ്ചയിലും വീണ്ടെടുപ്പിൻ്റെ സാധ്യത ദൈവം ഒരുക്കിയിരിക്കുന്നു. പ്രതിസന്ധിയിലും പുഞ്ചിരിക്കുവാൻ സാധിക്കുന്നത് രക്ഷയുടെ ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്. പാപത്തിൽ വീണുപോയ നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ യാഗമായി നൽകി. നോമ്പ് വീഴ്ചയിൽ നിന്നും വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയാണ്. വീണുകിടക്കുന്ന അനുഭവത്തിൽ നിന്നും ക്രിസ്തു ഒരുക്കുന്ന രക്ഷയിലേക്ക് ഈ നാളുകളിൽ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവാകുന്ന ദൈവമേ, ഒരു നോമ്പ് കാലം കൂടി അടിയങ്ങൾക്ക് ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ പ്രയാസവേളകളിലും അവിടുത്തെ വലങ്കൈ ചേർത്ത് പിടിച്ചും സന്തോഷവേളകളിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരുമായി മാറാൻ അടിയങ്ങളെ ഇടയാക്കണമേ. ആമീൻ.